ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇംഗ്ലീഷിൽ ചില ടെക്നിക്സ് ഉപയോഗിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇനി ഗ്രാമർ ബേസിൽ മനസ്സിലാക്കാനും നമുക്ക് പെട്ടെന്ന് സാധിക്കും. അതെങ്ങനെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ആരും സ്കിപ്പ് ചെയ്ത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇവിടെ നോക്കിക്കേ, ഞാൻ പോകാറുണ്ട്. ഇവിടെ ലാസ്റ്റ് ഒരു റുണ്ട് എന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. ഞാൻ പോകാറുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ഗോ, സിമ്പിളായിട്ട് നമുക്ക് പറയാം ഐ ഗോ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട്. ഇനി അടുത്തത് നോക്കിക്കേ, ഞാൻ വരാറുണ്ട്. ഇവിടെ നമുക്ക് റുണ്ട് ഉണ്ട് അല്ലേ. ഞാൻ എന്ന് പറഞ്ഞാൽ ഐ, വരുക എന്ന് പറയാനായിട്ട് നമുക്ക് കം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അല്ലേ. അപ്പം ഞാൻ വരാറുണ്ട് എന്ന് പറയാൻ ഐ കം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടെക്നിക്സാണിത്. അടുത്തതായിട്ട് ഞാൻ അവനെ വിളിക്കാറുണ്ട്. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, ആരെ വിളിക്കണത്? അവനെ. അപ്പോൾ ഹിം, ഐ കോൾ ഹിം. ഇനിയിപ്പോൾ അവൻ എന്നെ വിളിക്കാറുണ്ട് എന്ന് എങ്ങനെയാണ് പറയുക? ഹീ കോൾസ് മീ. എന്നെ എന്ന് പറയാനായിട്ട് നമ്മൾ മീ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇനി അടുത്തത് നോക്കിക്കേ, ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട്. ഐ ഈറ്റ് ബിരിയാണി. സിമ്പിളല്ലേ? ഇനി അടുത്തത് നോക്കിക്കേ, അവൾ പാചകം ചെയ്യാറുണ്ട്. ഷീ കുക്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഷീ കുക്സ് എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് എസ് ഫോം വന്നത്? അതെന്തുകൊണ്ടാണ്? സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടല്ലേ. ഹീ ഷീ ഇറ്റ് നെയിമൊക്കെ എന്താണ്? സിംഗുലർ സബ്ജക്റ്റാണല്ലേ. പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഐ യു ദേ വി. ഇതൊക്കെ. ഇനിയിപ്പോൾ ഞാൻ പാചകം ചെയ്യാറുണ്ട് എന്ന് എങ്ങനെയാണ് പറയുക? ഐ കുക്ക്. അവർ പാചകം ചെയ്യാറുണ്ട് എന്ന് എങ്ങനെ പറയാം? ദേ കുക്ക്. ഇനിയിപ്പോൾ അവനാണെങ്കിൽ എന്താ പറയുക? ഹീ കുക്സ് എന്നാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇവിടെയൊക്കെയാണ് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് എസ് ഫോം വരുന്നതെന്നും എസ് ഫോം വരാത്ത സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നൊക്കെ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പോകാറുണ്ട്, ഐ ഗോ. നീ പോകാറുണ്ട്, യു ഗോ. അവർ പോകാറുണ്ട്, ദേ ഗോ. ഞങ്ങൾ പോകാറുണ്ട്, വി ഗോ. അവൻ പോകാറുണ്ട്, ഹി ഗോസ്. അവൾ പോകാറുണ്ട്, ഷീ ഗോസ്. രാജു പോകാറുണ്ട്, രാജു ഗോസ്. രാജു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു നെയിം അവിടെ മെൻഷൻ ചെയ്താണ് കേട്ടോ. ഇവിടെ എസ് ഫോം ഏതിലേക്ക് വന്നതെന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് ടെക്നിക്സ് ഓൾമോസ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിമ്പിളല്ലേ? അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി ഇതിൻ്റെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് പറയാന്നുള്ളത്, ഞാൻ പോകാറില്ല, ഞാൻ വരാറില്ല, ഇതൊക്കെ എങ്ങനെയാണ് പറയാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ടാസ്ക് തരികയാണ്. ഞാൻ ഇവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇതുപോലെ വളരെ സിമ്പിളായി ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.